എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് മീൻ മുളകിട്ട കറിയാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മീൻ കറിയാണ്. അപ്പോൾ മീൻ ഏതാണെങ്കിലും നമുക്കിതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും വെക്കുന്നതാണെന്ന് അറിയാം, എന്നാലും എൻ്റെ രീതിയിൽ ഞാനൊന്ന് കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ അതാ നമുക്ക് കറി വയ്ക്കുന്ന മീൻ ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. പിന്നെ കുറച്ച് കടുകും ഉലുവയും അതിട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെന്താ കറിവേപ്പില, ഉള്ളി, കൊച്ചുള്ളി ഇതൊക്കെ ഇട്ട് ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി ഒരു 3-4 എടുക്കാം. വെളുത്തുള്ളി 2 പീസോ അങ്ങനെ എന്തെങ്കിലും. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരണം. മൂത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പൊടികളൊക്കെ ചേർക്കുന്നത്. അപ്പോൾ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, മുളക് പൊടി 2 വലിയ സ്പൂണ്, എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് എരിവ് ഓരോരുത്തരുടെയനുസരിച്ചാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ പുളിക്കായിട്ട് കുടംപുളിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. ഒരു 3-4 പീസ് കുടംപുളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ചാറ് നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം മീനിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഏത് മീനാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഈ മീനൊക്കെ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. മീനിപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. മുളകിൽ വറ്റിച്ച കറിക്ക് ഏത് മീനാണെങ്കിലും നല്ലതാണ്. അപ്പോൾ ഞാൻ മീനൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. കയ്യിലധികം വെച്ചിട്ട് ഇളക്കാതിരിക്കുകയായിരിക്കും കേട്ടോ നല്ലത്. ഒന്ന് നല്ലപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മീനൊക്കെ ചാറിൽ മുങ്ങിയൊക്കെ കിടപ്പുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 3-4 മിനിറ്റ് മതി. മീൻ പെട്ടെന്ന് വേകുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് തുറന്ന് നോക്കി കേട്ടോ. അപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ലപോലെ ചാറൊക്കെ ഒന്ന് വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് മതി, ഇരിക്കുന്നതോറും ചാറ് വറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അടിപൊളി സൂപ്പറായിട്ടുള്ള കറിയാണ്. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയും കൂടി ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി കറിവേപ്പില ആണെങ്കിൽ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ചേക്കാം. ഇനി അടിപൊളി കറിയാണ്. കണ്ടില്ലേ, കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേന് നമ്മുടെ ചാറൊക്കെ നല്ലപോലെ മീനിൽ പിടിച്ച് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വിഭവമായിട്ട് വരുന്നവരെ പോയിട്ട് വരാം.